എല്ലാവരും തലയിലേറ്റി വെച്ചിരുന്ന ജിസേൽ എന്തിനാണ് കരഞ്ഞു വിളിച്ച് ഓടുന്നതെന്ന് നമുക്കൊന്ന് അറിയണ്ടേ? അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടപ്പെടാൻ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണണേ. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. അപ്പോൾ നമ്മൾ ലൈവ് അപ്ഡേറ്റ്സ് മുഴുവൻ അടുത്ത വീഡിയോയിലിടാം. ഇപ്പോൾ ഒരു ചെറിയ കാര്യം ഇപ്പോൾ നടന്നു. എന്താണെന്ന് വെച്ചാൽ ജയിൽ നോമിനേഷൻ കഴിഞ്ഞു. ജയിൽ നോമിനേഷനിൽ ജിസേലിനും ലക്ഷ്മിയാണ് ജയിലിലേക്ക് നോമിനേറ്റ് ചെയ്യപ്പെട്ട വ്യക്തികൾ. ലക്ഷ്മിക്ക് 17 വോട്ടും ജിസേലിന് 7 വോട്ടുമാണ് കിട്ടിയത്. പക്ഷേ ജിസേലിൻ്റെ പ്രശ്നം അതൊന്നുമല്ല. ജിസേലിന് ഇഷ്ടപ്പെട്ട ആൾക്കാർ ജിസേലിനെ ജയിലിലേക്ക് നോമിനേറ്റ് ചെയ്ത് ആരാണെന്നല്ലേ? ആരെന്നല്ല കേട്ടോ, ഇഷ്ടപ്പെട്ട പല ആൾക്കാരും ഉണ്ടല്ലോ. ജിസേൽ പല ആൾക്കാരെ ഇങ്ങനെ എന്താ പറയുക, തട്ടിയും മുട്ടിയും സൂചിപ്പിച്ചും ഒക്കെ നിർത്തിയിരിക്കുന്ന കുറേ കാഴ്ചകൾ നമ്മൾ കാണുന്നുണ്ടല്ലോ. കുറേ ഒരു 5-6 വീക്കായല്ലോ. അപ്പം ജിസേൽ കിച്ചണിൽ കയറുന്നത് കഴിഞ്ഞ ആഴ്ച, ഈ ആഴ്ച ഒരു വിലക്കൊക്കെ ജിസേലിന് കിട്ടി. കാരണം ജിസേൽ കിച്ചണിൽ കയറി ജിസേലിന് ഇഷ്ടപ്പെട്ട സാധനങ്ങളൊക്കെ ഉണ്ടാക്കി കഴിക്കുന്നുള്ള പരാതി ജിസേലിൻ്റെ കൂടെ നിന്ന ബിന്നി, റെന ഉൾപ്പെടെയുള്ള ആൾക്കാർക്ക് ഉണ്ടായത് കാരണം ഒരു ഇഷ്യൂ ആയി മാറി. അതുപോലെ തന്നെ ജിസേലിനെ ജയിൽ നോമിനേറ്റ് ചെയ്ത് അക്ബറാണ്. അത് ജിസേലിന് സഹിക്കാൻ പറ്റില്ല. അതിൻ്റെ റീസൺ എന്തോന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല കേട്ടോ. അക്ബർ നോമിനേറ്റ് ചെയ്ത് ജിസേലിന് ഒട്ടും സഹിക്കാൻ പറ്റിയില്ല. അപ്പോൾ അതാരനായിട്ട് പറയുന്നുണ്ടായിരുന്നു. അവിടെ തന്നെ നോമിനേഷൻ സമയത്ത് തന്നെ കരയാനുള്ള ബഹളം വെക്കുന്നുണ്ടായിരുന്നു. അതിനുശേഷം അക്ബറിനോട് പറഞ്ഞു, നീ എന്നെ നോമിനേറ്റ് ചെയ്തില്ലടാ, നീ എന്നെ നോമിനേറ്റ് ചെയ്തില്ലടാ, മറ്റു ആരിൽ നിന്നും ഞാൻ ആരും എന്നെ നോമിനേറ്റ് ചെയ്തു, പക്ഷേ നീ എന്നെ നോമിനേറ്റ് ചെയ്തില്ലടാ എന്നൊക്കെ രീതിയിൽ അക്ബറിനോട് സംസാരിക്കുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ കാണുന്നുണ്ടായിരുന്നു. എന്തായാലും അക്ബർ ജിസേലിനോട് സംസാരിക്കാനായിട്ട് വന്നതാണ്. പക്ഷേ ജിസേൽ അതിന് നിന്ന് കൊടുത്തില്ല. ജിസേൽ ഓടി ബാത്റൂമിലേക്ക് പോയി. അപ്പം ബൂമറാങ് നമ്മളൊന്ന് ആലോചിക്കണം. ഒരു പെങ്കൊച്ചിനെ, ഒരു അനു എന്ന് പറയുന്ന ഒരു പെങ്കൊച്ചിനെ എന്തുമാത്രമാണ് അവൾ കരയുന്നതിന് കുറ്റം. അവൾക്ക് കരച്ചിലാണ്, ഒരു കരച്ചിൽ നാടകമാണ്. അവൾ നാടക നടിയാണ്, അവൾ സീരിയൽ നടിയാണ്, അവൾ നടിയാണ് എന്ന് പറഞ്ഞ് ഒരു പെണ്ണിനെ ഇട്ട് ബുദ്ധിമുട്ടിച്ച് വേദനിപ്പിച്ച് എന്തൊക്കെയായിരുന്നു എൻ്റെ പൊന്നേ. നമ്മൾ എപ്പോഴും ആലോചിക്കണം, നമ്മൾ ചെയ്യുന്ന പ്രവർത്തികൾ, എപ്പോഴെങ്കിലും നമ്മൾ ചെയ്യുന്ന പ്രവർത്തികൾ മോശമായാൽ ആ പ്രവൃത്തി നമുക്ക് തന്നെ തിരിച്ചടിക്കും. അത് മനസ്സിലാക്കാതെ ഒരു പെണ്ണിനായിട്ട് എല്ലാവരും കൂടി 4 ചുറ്റും, അത് ആണാകട്ടെ പെണ്ണാവട്ടെ, ഇല്ല ചെന്നായി കുട്ടങ്ങൾ പോയിട്ട് ഒരു ഒരു കുഞ്ഞാടിൻ്റെ പുറകെ ഇങ്ങനെ നടക്കുന്ന കണക്ക് അവളെ ഇട്ട് ഇതേ കണക്ക്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം ആ ഒരു ബിഗ് ബോസ് സീസൺ 4 നമ്മൾ കണ്ട പ്രതീതിയാണ് നമുക്ക് തോന്നിയത്. ആദ്യത്തെ വീക്കിൽ അത് അനീഷിൻ്റെ അടുത്തായിരുന്നെങ്കിൽ പിന്നീടുള്ള എല്ലാ വീക്കിലും, ആദ്യത്തെ വീക്കിൽ എല്ലാവരും കൂടി അനീഷിൻ്റെ തോളയിലാണ് കയറിയത്. പക്ഷെ പിന്നീടുള്ള വീക്കിൽ എല്ലാ വീക്കിലും അനുമോളുടെ തോളയിൽ കയറി അനുമോളെ ഒരു തരത്തിൽ അനുമോൾ എവിടെ ഇരിക്കാൻ പറ്റില്ല. അനുമോൾ പറഞ്ഞാൽ കുറ്റം, അനുമോൾ കരഞ്ഞാൽ കുറ്റം, അനുമോൾ ചിരിച്ചാൽ കുറ്റം, എല്ലാം പ്രശ്നമായിരുന്നു. കാരണം എല്ലാവരും കൂട്ടമായിട്ട് ആക്രമിക്കുന്ന ഒരവസ്ഥയായിരുന്നു നമ്മൾ കാണുന്നത്. അപ്പോൾ അത് തന്നെയാണ് ഇവിടെ. ഇപ്പോൾ ആരും കൂട്ടമായിട്ട് ആക്രമിച്ചില്ല. ഒരാൾ ജയിലിലേക്ക് നോമിനേറ്റ് ചെയ്യപ്പെട്ടപ്പോഴത്തേക്ക് നമ്മുടെ ജിസേലിന് സഹിക്കാൻ പറ്റില്ല. ജിസേൽ കരഞ്ഞുകൊണ്ട് ഓടി ബാത്റൂമിൽ കയറി. ബാത്റൂമിൻ്റെ മുന്നിൽ ആരും നിന്ന് വിളിക്കുവാണ്, ജിസേലെ പൊന്നേ, എൻ്റെ പൊന്നേ, ഇറങ്ങി വാ നീ, പൊന്നേ എൻ്റെ ദൈവമേ, എൻ്റെ ഈശ്വര, എന്തൊക്കെ കാണണം നമ്മൾ ബിഗ് ബോസിൻ്റെ. നമ്മൾ ഈ ഹോട്ട്സ്റ്റാർ ഡൗൺലോഡ് ചെയ്തൊക്കെ നെറ്റിന് കാശും അടച്ച് നമ്മൾ ഹോട്ട്സ്റ്റാറും എടുത്തിട്ട് നമ്മളിനി എന്തൊക്കെ കാണണം എൻ്റെ പൊന്നേ. ഞാൻ പൊന്നേന്ന് അവനെ വിളിക്കുവാണ്. അവൻ അവിടെ ഇരുന്ന ബാത്റൂം ഡോറ് തള്ളി തുറന്നിട്ട് ആ ഡോറിന് ബാത്റൂമിനകത്തേക്ക് കയറിയാൽ പിന്നെ കുഴപ്പമാവില്ലോ എന്ന് കരുതിയായിരിക്കും, അല്ലേ? അവനെ കയറിയേനെ. ബാത്റൂമിനകത്തേക്ക് ഡോറ് തുറന്ന് അവളെ വിളിച്ചുകൊണ്ടിരിക്കണം, ഈ ജിസേൽ അമ്മായിനെ വിളിച്ചുകൊണ്ടിരിക്കണം. എൻ്റെ പൊന്നേ നീ ഇറങ്ങി വാ, പൊന്നേ നീ കരയില്ലേ, എന്നിട്ട് പിന്നെ കെട്ടിപ്പിടുത്തമൊക്കെ നടന്ന്. ഞാൻ പിന്നെ അതൊന്നും ക്ലിപ്പിങ്ങിങ്സ് ഇടുന്നത് മോശമല്ലേ, നമുക്കൊരു സദാചാരം കൂടണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. ഇനി സദാചാര കൂടി നമ്മുടെ കുലസ്ത്രീ അമ്മായികളെന്ന് വിളിക്കണ്ടല്ലോ എന്ന് കരുതിയിട്ട് ഞാൻ പിന്നെ അതൊന്നും എടുത്തിട്ടില്ല. എന്തായാലും അങ്ങനെ ബാത്റൂമിൽ കയറി കരയുന്ന ഒരു അമ്മായിയെ കാണാനുള്ള ഭാഗ്യം കിട്ടി. അപ്പോൾ കരയത്തില്ലെന്ന് പറഞ്ഞാൽ ഇപ്പോൾ 2-3 തവണ കുറേ പ്രാവശ്യമായി ഇപ്പോൾ കരച്ചിൽ. അപ്പോൾ എല്ലാവർക്കും ഇമോഷൻസ് വരും. കരച്ചിൽ വന്നാൽ കരയണം, ചിരിക്കാൻ തോന്നിയാൽ ചിരിക്കണം, സംസാരിക്കാൻ തോന്നിയാൽ സംസാരിക്കണം, ദേഷ്യപ്പെടാൻ തോന്നിയാൽ ദേഷ്യപ്പെടണം. പക്ഷേ എല്ലാത്തിനും ഒരു കൺട്രോൾ ആവശ്യമാണ്. നമ്മളുടെ ഇമോഷൻസ് കൺട്രോൾ ചെയ്യണം എന്നുള്ളത് മാത്രമാണ് ഈ ഒരു ഗെയിമിൻ്റെ ഭാഗം തന്നെ. നമ്മൾ എങ്ങനെ ഇതിനകത്ത് സർവൈവ് ചെയ്യാൻ കഴിയുന്നു, നമുക്ക് എങ്ങനെയാണ് ഈ ഗെയിം സർവൈവ് ചെയ്യാൻ പറ്റുന്നത്. ഇതൊരു സർവൈവൽ ഗെയിമാണ്, മൈൻഡ് ഗെയിമാണ് കൂടുതലും. ആരും നമ്മളെ തളർത്താൻ ശ്രമിക്കും, ആരും നമ്മൾ ഒരിക്കലും ചിന്തിക്കാത്ത കാര്യങ്ങൾ പറയും. പക്ഷെ നമ്മൾ അതിൽ നിന്ന് റിക്കവർ ആവണം. സാക്ഷാ ലാലേട്ടൻ വന്നിട്ട് പറഞ്ഞിട്ട് പോലും തളരാത്ത ഒരു വ്യക്തിയാണ് അനുമോൾ. അനുമോൾ കരച്ചിൽ നാടകക്കാരിയാണ്. അനുമോൾക്ക് എന്താ പറയണേ, സ്ട്രോങ്നെസ് അല്ല, അനുമോളിന് മനസ്സിന് ശക്തിയില്ല, അനുമോൾ എപ്പോഴും കരച്ചിലും പിടിച്ചിലാണെന്ന് പറഞ്ഞ അനുമോളെ ലാലേട്ടൻ വന്നിട്ട് നീ തോന്നിയാസലോടി കാണിക്കുന്ന നാണമില്ലാത്തവളെ എന്ന് വിളിച്ചിട്ട് പോലും പോയി പണി നോക്ക്. ഞാൻ കണ്ടത് തന്നെയാണ്. ഇയാൾ തെളിയിക്കാമെങ്കിൽ ഇയാൾ തെളിയിക്കേണ്ട ആവശ്യം എനിക്കല്ലല്ലോ എന്നുള്ളൊരു മട്ടിൽ, ഞാൻ വേറൊന്നും കൊണ്ട് പറയല്ല. അപ്പോൾ ആ ഒരു ഇതിൽ തന്നെ താങ്കൾ തെളിയിക്കാമെങ്കിൽ താങ്കൾ തെളിയിക്കല്ലേ, ബിഗ് ബോസ് തെളിയിക്കാമെങ്കിൽ ബിഗ്
ബിഗ് ബോസ് തെളിയിക്കട്ടെ എന്ന് പറഞ്ഞ് തന്നെ അത്ര സ്ട്രോങ് ആയിട്ട് നിന്ന അനുമോളെ നമ്മൾ കണ്ടതാണ്. ആ അനുമോളിൻ്റെ അത്ര സ്ട്രോങ് ഒന്നും ഇപ്പോൾ അവിടെ ആരും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അത്രമാത്രം ഭീകരമായിട്ടുള്ള ഒരു സൈബർ ബുള്ളിങ് ആക്രമണം ആർക്കും ഇവിടെ നേരിടേണ്ടി വന്നിട്ടില്ല. ഒരാൾക്കും അവിടെ നേരിടേണ്ടി വന്നത് ഇനിയോട്ട് നേരിടത്തുമില്ല. ആർക്കും അങ്ങനെ ഒരു ആവശ്യം വരുത്തുമില്ല. ഇനി വല്ല പുതിയ ആൾക്കാർ വല്ലതും കയറി വന്നാൽ എന്തെങ്കിലും ഒന്ന് പറഞ്ഞേ. പക്ഷേ മറ്റേത് ഇത്രയും ആൾക്കാരും ഒരുമിച്ച് ചേർന്ന് അനുമോളെ ചീത്ത പറയുന്നൊരവസ്ഥയായിരുന്നു. ലാസ്റ്റ് ഒരു ഫ്രണ്ടെന്ന് പറഞ്ഞ് കൂടിയവൾ പോലും കട്ടപ്പയായിട്ട് പിന്നിലൊന്ന് കുത്തിയെടുത്തു. അപ്പോൾ അതാണ് പിന്നെ നമ്മൾ ആലോചിക്കേണ്ട കാര്യം. അപ്പോൾ എന്തായാലും പിന്നെ ജിസേൽ അമ്മായി ആര്യൻ വന്ന് പൊന്നേ വാ മുത്തേ എന്നൊക്കെ പറഞ്ഞ് വിളിച്ചുകൊണ്ട് പോകുന്ന ബാത്റൂമിൽ നിന്ന് കയ്യിൽ പിടിച്ചു വലിച്ചു കൊണ്ടുപോകുന്ന ഒരു രംഗമാണ് ഇത് കേട്ടോ. അപ്പോൾ എന്തിനാണ് കരഞ്ഞതെന്ന് ഞാൻ ആദ്യം തന്നെ പറഞ്ഞല്ലോ. ജയിലിലേക്ക് നോമിനേറ്റ് ചെയ്തത് അക്ബർ നോമിനേറ്റ് ചെയ്തു, ബിന്നി നോമിനേറ്റ് ചെയ്തു, അങ്ങനെ 7 പേരാണ് നോമിനേറ്റ് ചെയ്തേക്കുന്നത്. അനുമോൾ നോമിനേറ്റ് ചെയ്ത പ്രശ്നമില്ല, അത് അവിടെ തന്നെ കിട്ട് വഴക്കുണ്ടാക്കിയായിരുന്നു. അപ്പോൾ ഇവരൊക്കെ എന്തിന് എന്നെ നോമിനേറ്റ് ചെയ്തു, ഞാൻ ഉണ്ടാക്കിയ ഭക്ഷണം ഇവർക്കും കൊടുത്തില്ലേ എന്നൊക്കെയാണ് പുള്ളി പറയുന്നത്. അപ്പം ഉണ്ടാക്കാൻ പാടില്ല. ആദ്യത്തെ വീക്ക് മുതൽ സ്വന്തമായിട്ട് ഭക്ഷണം അവനവന് ഇഷ്ടമുള്ള ഭക്ഷണം ഉണ്ടാക്കി കഴിക്കണേ വീട്ടിലങ്ങ് നിന്നാൽ പോരെ. ഹൗസിനുള്ളിൽ വന്നാൽ ഹൗസിനകത്ത് കിട്ടുന്ന റേഷൻ എന്താണെന്ന് വെച്ചാൽ അതെല്ലാവരും കഴിക്കുന്നവർക്ക് കഴിക്കണം. അപ്പോൾ അത് കഴിക്കാതെ സ്വന്തമായിട്ട് ഭക്ഷണം ഉണ്ടാക്കി കഴിച്ചോളാം. അവിടെ ഉള്ളവരെല്ലാം ഇവർക്കങ്ങ് അത്ര സ്വാതന്ത്ര്യമാണ് അനുവദിച്ചു കൊടുത്തത്. അപ്പോൾ ആ സ്വാതന്ത്ര്യം ഭയങ്കരമായിട്ട് മിസ്യൂസ് ചെയ്യുമെന്ന് മറ്റുള്ളവർക്ക് മനസ്സിലായത് ഈ 6-7ാമത്തെ വീക്കിലാണ്. അപ്പോൾ ഇപ്പം മനസ്സിലായപ്പോൾ അവരെല്ലാം എതിർക്കാൻ തുടങ്ങി. അതാണ് ഇവിടെ സംഭവിച്ചത്. ഇത്രയും നാൾ വേണ്ടി വന്നു ഈ ജിസേൽ അവരെ തട്ടിക്കളിക്കുകയാണ്. അവരെ ടാഗ് ലൈൻ, അവർക്കൊരു ഫ്രണ്ട്ഷിപ്പോ അല്ലെങ്കിൽ അവരുടെ ഗ്രൂപ്പ് എന്ന് പറയുന്നൊരു ടാഗ് ലൈൻ കൊടുത്ത് അവരെ കാര്യങ്ങൾ ചെയ്യിപ്പിക്കുകയാണ്. പിന്നെ ഇന്നിപ്പോൾ പാത്രം കഴിഞ്ഞ വീക്കിൽ പാത്രം കഴുകാൻ പറ്റത്തില്ല. കാരണം പാത്രം കഴുകുന്ന ടീമിൽ വെസൽ ടീമിലാണ് ഇട്ടത്. അതിൻ്റെ അപ്പോൾ ആ ടീമിൽ ഇട്ടപ്പോൾ കുഴപ്പമില്ലായിരുന്നു. പക്ഷേ വെസൽ ടീമിൻ്റെ ക്യാപ്റ്റനെ പ്രഖ്യാപിച്ചത് അനീഷാണെന്ന് കണ്ടപ്പോൾ തന്നെ ഉടനെ പറഞ്ഞു എനിക്ക് പറ്റില്ല. അപ്പോൾ എന്താണ് പറഞ്ഞത്, എനിക്ക് പാത്രം കഴുകാൻ പറ്റില്ല, എൻ്റെ കൈ മുറിഞ്ഞിരിക്കുകയാണ്, കയ്യിൽ സ്റ്റിച്ചുണ്ട്. അപ്പോൾ ഉടനെ കക്കൂസ് ടീം ബാത്റൂം ടീമിൻ്റെ ബെല്ലിലാക്കി. അപ്പോൾ എന്നിട്ട് അതിൻ്റെ ക്യാപ്റ്റനാക്കി. പക്ഷേ ബാത്റൂം വളരെ മോശമായിട്ട് മഞ്ഞ കളറിൽ വളരെ വൃത്തികേടായിട്ട് കിടക്കുക എന്നാണ് അനീഷാണ് ആദ്യം പറഞ്ഞത്. വളരെ മോശമായിട്ട്. പിന്നെ ക്യാപ്റ്റൻ എന്നുള്ള രീതിയിൽ നെവിനെ കൊണ്ട് മറ്റുള്ളവരെ കൊണ്ട് ജോലി ചെയ്യിപ്പിച്ചില്ല. അപ്പോൾ പറയുവാണ്. എന്നിട്ട് പക്ഷേ കിച്ചണിൽ എപ്പോഴും വന്ന് ആരിൻ്റെയും നെവിൻ്റെയും ജിസേലിൻ്റെയും പാത്രം അവർ കഴുകുന്നുണ്ടായിരുന്നു. അപ്പം പാത്രം കഴുകാൻ പറ്റാത്ത ഒരാൾ അപ്പോൾ ഉടനെ പറയുവാണ് എനിക്ക് പാത്രം കഴുകുന്നതിന് കുഴപ്പമില്ല, എനിക്ക് ബാത്റൂം കഴുകാനായിട്ട് വെള്ളം വീഴുമെന്ന്. ഇത് ആദ്യം വെസൽ ടീമിലോട്ട് ആക്കിയപ്പോൾ പറഞ്ഞതെന്ന് പറഞ്ഞാൽ പാത്രം കഴുകാൻ പറ്റില്ല, അവിടെ വെള്ളം വീഴുന്ന. അപ്പോൾ ഡബിൾ സ്റ്റാൻഡ് എല്ലാം നുണയാണ് പറയുന്നത്. അപ്പോൾ ഇവരാണ് കള്ളവും നുണയും പറയുന്നതെന്നുള്ളത് നമ്മൾ ഈ ജയിൽ നോമിനേഷൻ വന്നപ്പോൾ നമുക്ക് മനസ്സിലായ കാര്യമാണ്. ഇതിപ്പോൾ മനസ്സിലാവാത്ത കുറേ, നമുക്കൊക്കെ ആദ്യം മനസ്സിലായി, പക്ഷേ ഇത് മനസ്സിലാവാത്ത കുറേ ആൾക്കാരും കൂടി ഉണ്ട്. അയ്യോ അവൾ ഭയങ്കര ഹ്യൂമാനിറ്റിയാണ്, ഭയങ്കര സത്യമേ പറയും, ഭയങ്കര ട്രൂത്തായിട്ടുള്ള പേഴ്സണാണ് എന്ന് പറയുന്ന ആൾക്കാർ കുറച്ച് മനസ്സിലാക്കുക. മുഴുവൻ കള്ളവും മുഴുവൻ ഫാബ്രിക്കേറ്റഡ് സ്റ്റോറിയുമാണ് ഇവർ പറയുന്നത്. ഇവർ എന്ത് നുണയും എന്ത് കാര്യവും പറയും, നുണ പറയും, കള്ളം പറയും, നിലനിൽപ്പിന് വേണ്ടി അവരെന്ത് ഫാബ്രിക്കേറ്റഡ് സ്റ്റോറിയും ഉണ്ടാക്കുന്ന ആൾക്കാരാണ് ഈ ജിസയിലും ആര്യനും. അതുപോലെ തന്നെ എഴുന്നേറ്റിരുന്ന് പറയുവാണ് ബിന്നിയും അക്ബറും ഞാനും കൂടി ഞങ്ങൾ പ്ലാൻ ചെയ്തതാണ് ജിസേലിന് സ്ക്രീൻ സ്പേസ് കൊടുക്കാൻ വേണ്ടി ജയിലിലേക്ക് ഇടാമെന്ന്. പക്ഷെ അപ്പോൾ തന്നെ ബിന്നിയും അക്ബർ എഴുന്നേറ്റെന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു സംഭവമില്ല, ആര്യൻ ഭയങ്കരമായിട്ട് നുണ പറയുകയാണ്. പിന്നീട് ആര്യനും അക്ബറും ഇരുന്ന് അത് സംസാരിക്കുന്നുണ്ട്. ബിന്നി ക്യാമറയുടെ മുമ്പിലും പറഞ്ഞു അങ്ങനെ ഒരു സംഭവമില്ലെന്ന്. അപ്പോൾ എന്തായാലും പിന്നെ ജിസേലിനെ ആര്യനും അക്ബറും കൂടി കരച്ചിലൊക്കെ മാറ്റിയിട്ട് അനുനയിപ്പിച്ച് അക്ബർ കൂടെ ഇരുന്ന് പിന്നെ ആര്യൻ ഭയങ്കരമായിട്ട് കെട്ടിപ്പിടിച്ച് അങ്ങനെ ഭയങ്കരമായിട്ട് എന്താ പറയുക ജിസേലിനെ ഭയങ്കര കൂളാക്കി എടുക്കുകയാണ് ഈ 2 ആണുങ്ങളും കൂടി ചേർന്ന്. അല്ലേ എന്തോ പറയാനാന്ന് പറയും. ഇവർ ഗെയിം കളിക്കാനാണോ വന്നതെന്ന് എനിക്കിപ്പോൾ സംശയമുണ്ട്. ഇവർ ഗെയിം കളിക്കാൻ ഓരോരുത്തർ ഇൻഡിപെൻഡൻറ്റ് ഗെയിം കളിക്കാനൊന്നും അല്ല വന്നത്, കുറേ കോംബോയും സ്ട്രാറ്റജിയൊക്കെ ഉണ്ടാക്കുക. പിന്നെ ഇതിനകത്ത് അക്ബർ പറയുന്നുണ്ട് അയ്യോ പിണങ്ങല്ലേ, എനിക്ക് മ്യൂസിക് ആൽബം ഒക്കെ തരണേ മ്യൂസിക്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇങ്ങനെ കുറേ ആൾക്കാർക്ക് കുറേ വാഗ്ദാനങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്, മ്യൂസിക് ചെയ്യിക്കാം, അഭിനയിപ്പിക്കാം എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇനി ആരിനും കൂടെ നിൽക്കുന്നതെന്ന് എനിക്കറിയത്തില്ല. അങ്ങനെയൊക്കെ എന്തൊക്കെയോ വാഗ്ദാനങ്ങൾ ജിസേലിൻ്റെ ഭാഗത്തു നിന്നും അക്ബറിനൊക്കെ കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ടാണ് എനിക്ക് തോന്നുന്നു റെനയ്ക്കും കിട്ടിയിട്ടുണ്ടാകും. അതുകൊണ്ട് അക്ബറിൻ്റെ ഈ ഒരു ജിസേലിൻ്റെ പാവാട വള്ളികളായി മാറിയത് അതുകൊണ്ടായിരിക്കാനാണ് സാധ്യത. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് എല്ലാ അപ്ഡേറ്റ്സ് ആയിട്ട് നെക്സ്റ്റ് വീഡിയോ.